യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 9-ാമത്തെ ആഴ്ച, തിങ്കളാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ എന്നാണ് ഈ ഒരു വചനഭാഗത്തിന്റെ തലക്കെട്ട്. വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് രക്ഷകനെ സ്വീകരിക്കുവാൻ വിസമ്മതിക്കുന്ന ഇസ്രായേലിനെതിരായ ഉപമയാണിത്. മുന്തിരിത്തോട്ടം ഇസ്രായേലിനെ ചിത്രീകരിക്കുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഗോപുരം ജെറുസലേം ദേവാലയമാണ്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ ഇസ്രായേലിലെ മത നേതാക്കളും തോട്ടത്തിന്റെ ഉടമസ്ഥൻ ദൈവവുമാണ്. ഭൃത്യന്മാർ ദൈവം അയക്കുന്ന ദൂതരും പ്രവാചകരും പ്രിയ പുത്രൻ യേശുവുമാണ്. അനുതാപത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ദൈവം നിരന്തരം നടത്തിയ ശ്രമങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കുമെന്ന് പറയുന്നത് പുതിയ ഇസ്രായേലിനെ സൂചിപ്പിക്കാനാണ്. ഈ ഒരു വചനഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്, ഇന്ന് ഞാൻ ക്രിസ്തുവുമായിട്ട് ചേർന്ന് നിന്നില്ല എങ്കിൽ, നല്ല മുന്തിരിഫലം നൽകുന്ന ഒരു നല്ലൊരു തോട്ടമായി മാറിയില്ല എങ്കിൽ, നല്ലൊരു ചെടിയായി മാറിയില്ല എങ്കിൽ എൻ്റെ സ്ഥാനം മറ്റൊരാൾക്ക് നൽകപ്പെടും എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും അതുതന്നെയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നാം സ്നേഹിക്കുന്ന മക്കൾ നാം സ്നേഹിക്കാതെ വരുമ്പോൾ നമ്മെ വിട്ടു പോകുന്ന ചില ബന്ധങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിവിടെ മാത്രമല്ല, മറിച്ച് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരു ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പഠനങ്ങളുടെ വേളകളായിക്കൊള്ളട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാതെ വരുമ്പോൾ അവിടെ എൻ്റെ സ്ഥാനം മാറുന്നതായിട്ടാണ് കാണപ്പെടുക. ക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ്. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ക്രിസ്തുവിന് നൽകേണ്ട സ്നേഹം, ക്രിസ്തുവിന് നൽകേണ്ട സ്ഥാനം, അവയെല്ലാം മാറ്റിവെച്ചപ്പോൾ അവിടുന്ന് എന്നിൽ നിന്ന് അകന്നുപോയി എന്നതാണ്. ഇന്നേ ദിവസം നാം ധ്യാനിക്കുമ്പോൾ നല്ല ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ നമ്മളോട് കർത്താവ് പറയുമ്പോൾ നാം ധ്യാനിക്കേണ്ടതും അത് തന്നെയാണ്. ഞാൻ നൽകേണ്ട, ഞാൻ എടുക്കേണ്ട സ്ഥാനം എന്താണ് എന്നൊരു തിരിച്ചറിവ്. മാതാപിതാക്കളാണ് എങ്കിൽ മാതാപിതാക്കളുടെ സ്ഥാനം വഹിക്കണം. അധ്യാപകരാണെങ്കിൽ അധ്യാപകരുടെ സ്ഥാനം വഹിക്കണം. മക്കളാണ് എങ്കിൽ മക്കളുടെ സ്ഥാനം വഹിക്കണം. അങ്ങനെ തുടങ്ങുന്ന അവരവരുടേതായ സ്ഥാനം വഹിക്കണം. ഈ സ്ഥാനം വഹിക്കുമ്പോഴും എൻ്റെ മുന്നിൽ ക്രിസ്തു ഉണ്ടാകണം. ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ അകറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഈ സ്ഥാനങ്ങൾക്ക് ഒന്നും തന്നെ വിലയുണ്ടാവുകയില്ല. ക്രിസ്തു നൽകുന്ന സംരക്ഷണത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാനം തന്നെ നിലനിൽക്കുന്നത്. ക്രിസ്തുവിൻ്റെ സംരക്ഷണമില്ല എങ്കിൽ എൻ്റെ സ്ഥാനം അത് മറ്റൊരാൾക്ക് നൽകപ്പെടും. ആയതിനാൽ പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ക്രിസ്തുവുമായി ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കി അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.